ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും DYFIയിൽ നിന്നും ഇപ്പോൾ നിരവധി പേർ CPMൽ നിന്നും DYFIയിൽ നിന്നുമായിട്ട് നേരെ BJPയിലേക്കും അതോടൊപ്പം തന്നെ UDFിലേക്കും നിരവധി പേരിപ്പോൾ ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എടുത്തു പറയേണ്ടത് 7 വർഷത്തോളം DYFI പ്രവർത്തകരായിരുന്ന വ്യക്തികളിൽ പലരും ഇപ്പോൾ ഒറ്റയടിക്ക് BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസിലേക്ക് ഒരു ഒഴുക്കുണ്ടായിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. അതായത് CPMൽ നിന്നും അതോടൊപ്പം തന്നെ DYFIയിൽ നിന്നും നിരവധി പേർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ DYFI CPMൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് നിരവധി പേരാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു ഒഴുക്ക്, അത് ഏത് തരത്തിൽ തിരിച്ചടിയായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് യുവ നേതാക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ യുവാക്കളാണ് പ്രവർത്തകർ. നിരവധി പേര് ഇപ്പോൾ BJPയിലേക്കും അതോടൊപ്പം തന്നെ UDFിലേക്കും ചേരുന്ന തരത്തിലോട്ട് DYFIയിൽ നിന്നും അതോടൊപ്പം തന്നെ CPMൽ നിന്നുമൊക്കെ തന്നെയുള്ള വലിയൊരു ഒഴുക്ക് അത് ചെന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ BJPയിലേക്കും അതോടൊപ്പം തന്നെ UDFിലേക്കും എന്ന് എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഒഴുക്കുകളൊക്കെ തന്നെയും LDFിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമേൽക്കുന്ന ഒരു കാര്യമായി മാറിയെന്ന് വരാം. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഒഴുക്കൊക്കെ തന്നെ LDFിന് തിരിച്ചടിയായി തന്നെ മാറുമോ? അത് ഈ പറയുന്ന തരത്തിൽ ഇവരൊക്കെ തന്നെ ചെന്നെത്തുന്ന പാർട്ടികൾ, BJP ആയാലും UDF ആയാലും, ഇവരൊക്കെ തന്നെ വോട്ടുകളായി മാറുമോ ഈ പാർട്ടികൾക്ക്? കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, LDFിനെ സംബന്ധിച്ചിടത്തോളം പല ജില്ലകളിൽ നിന്നായി പല വിധേനയുള്ള ആൾക്കാർ, ഈ പറയുന്ന തരത്തിൽ പ്രവർത്തകർ, നേതാക്കൾ, ഇടതുപക്ഷ ചായ്വുള്ളവർ DYFIയിൽ നിന്നും അതോടൊപ്പം തന്നെ CPMൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ BJPയിലേക്കും അതോടൊപ്പം തന്നെ UDFിലേക്കും ചേക്കേറിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാത്തിരിക്കാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്ത് തരം അട്ടിമറിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു തിരിച്ചടി LDFിന് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല കരുത്ത് കാട്ടാൻ LDFിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.